Hi friends, welcome to Recipes Recooked. ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പനീർ പറാട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഈസി റെസിപ്പിയാണ്. ആദ്യമായിട്ട് ട്രൈ ചെയ്യുവാണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ പനീർ പറാട്ട തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കണം. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ മാവ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലോട്ട് 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. 200 ml കപ്പിലാണ് ഞാനിവിടെ മാവ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 2 കപ്പ് മാവിലോട്ട് ഞാൻ 1 കപ്പ് വെള്ളം 3 പ്രാവശ്യമായിട്ട് ചേർത്ത് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു മാവാണ് തയ്യാറാക്കി എടുക്കുന്നത്. ചപ്പാത്തി തയ്യാറാക്കാനായിട്ട് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് മാവ് കുഴച്ചെടുക്കാറ്. പക്ഷെ പറാട്ട തയ്യാറാക്കാനായിട്ട് മാവ് അത്യാവശ്യം നല്ല കട്ടിയായിട്ട് വേണം കുഴച്ചെടുക്കാൻ. അപ്പൊ നോക്കിയിട്ട് പാകത്തിന് വെള്ളം ചേർത്ത് അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ട് തന്നെ മാവ് തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ 2 കപ്പ് മാവിന് 1 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. എല്ലാവർക്കും അതുപോലെ ആവണമെന്നില്ല. മാവ് അനുസരിച്ച് വെള്ളത്തിന്റെ അളവ് മാറും. അപ്പൊ നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കാം. ഞാനിവിടെ ചപ്പാത്തിക്കുള്ള മാവ് തയ്യാറാക്കുമ്പോഴാണെങ്കിലും പറാട്ടയ്ക്കുള്ള മാവാണെങ്കിലും മാവിലോട്ട് എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാറില്ല. പറാട്ട ചുട്ടെടുക്കുന്ന സമയത്ത് ആവശ്യത്തിന് ബട്ടർ ചേർത്തിട്ടാണ് ചുട്ടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് പറാട്ട ആയിരിക്കും. അപ്പോ പാകത്തിന് വെള്ളം ചേർത്ത് 3-4 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. പനീർ പറാട്ടയ്ക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഈ മാവ് ആവശ്യത്തിന് സോഫ്റ്റ് ആയി കിട്ടും. പനീർ പറാട്ടയ്ക്കുള്ള മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി പനീർ പറാട്ടയ്ക്കുള്ള ഫില്ലിങ്ങിനായിട്ട് പനീർ ഗ്രേറ്റ് ചെയ്തെടുക്കാം. എത്രത്തോളം ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ്. ഞാനിവിടെ 200 ഗ്രാമിന്റെ ഒരു പാക്കറ്റ് പനീറാണ് എടുത്തിട്ടുള്ളത്. ഇതുകൊണ്ട് നമുക്ക് ധാരാളമായിട്ട് ഒരു 5 പൊറോട്ട സ്റ്റഫ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ പനീറൊക്കെ നല്ല ഫൈനായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറിലോട്ട് എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കസൂരി മേത്തി, 1/2 ടീസ്പൂൺ ഡ്രൈ മാംഗോ പൗഡർ. ഇനി ഡ്രൈ മാംഗോ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചാറ്റ് മസാല ചേർത്താലും മതി. അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഡ്രൈ റോസ്റ്റഡ് ക്യുമിൻ പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. ജീരകം ലൈറ്റ് ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് പൊടിച്ചതാണ്. ഇതുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് പനീർ പറാട്ടയ്ക്ക് നല്ലൊരു ഫ്ലേവർ തരും. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. പനീർ പറാട്ടയ്ക്കുള്ള ഫില്ലിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഈ ഫില്ലിംഗ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ സ്റ്റഫ് ചെയ്ത് പരത്തിയെടുക്കാം. അപ്പോൾ ദാ പനീറിന്റെ സ്റ്റഫിംഗ് തയ്യാറാക്കുന്ന സമയം കൊണ്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മാവ് പാകത്തിന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് 4 ഈക്വൽ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. ഈ ഒരു അളവിൽ നിന്ന് നമുക്ക് അത്യാവശ്യം വലിയ 4 പനീർ പറാട്ട തയ്യാറാക്കി എടുക്കാം. ഇനി ഈ 4 പീസ് മാവും പുറമേ നല്ല സ്മൂത്ത് ആയിട്ട് വരുന്നത് വരെ ഉരുട്ടി ഷേപ്പ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇവിടെ 4 പീസ് മാവും ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പനീർ സ്റ്റഫ് ചെയ്തിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് 2 തരത്തിൽ പനീർ സ്റ്റഫ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ഒന്നുകൂടി ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് ഉരുട്ടി
പുറമേ നല്ല സ്മൂത്ത് ആയിട്ട് വരുന്നത് വരെ ഉരുട്ടിയെടുക്കണം. എന്നിട്ട് നമ്മുടെ റോളിംഗ് പിൻ കൊണ്ട് ഒത്തിരി വലുതായി പോകരുത് എന്നാൽ തീരെ ചെറുതായും പോകരുത്, ആ ഒരു മീഡിയം സൈസ് വട്ടത്തിലൊന്ന് പരത്തിയെടുക്കാം. ആവശ്യത്തിന് ഗോതമ്പ് മാവ് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ദാ ഈ ഒരു വട്ടം മതി. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് പനീറിന്റെ ഫില്ലിംഗ് സ്റ്റഫ് ചെയ്യാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് ആണ് എടുക്കുന്നത്. ഇത് ആവശ്യത്തിനുണ്ട്. ഇനി നിങ്ങളുടെ താല്പര്യം പോലെ സ്റ്റഫിങ്ങിന്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതൊരറ്റത്തുനിന്ന് സാരിയൊക്കെ പ്ലീറ്റ് എടുക്കുന്നത് പോലെ പ്ലീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ പുറത്തോട്ട് വരുന്ന പനീറൊക്കെ ഒന്ന് അകത്തോട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഈ പ്ലീറ്റ് ജോയിൻ ചെയ്യുന്ന സ്ഥലം ലൈറ്റ് ആയിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ലൈറ്റ് ആയിട്ടൊന്ന് കൈകൊണ്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒട്ടിച്ചെടുത്ത ആവശ്യത്തിന് ഗോതമ്പ് പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മറിച്ചിട്ട് പരത്തിയെടുക്കാം. യൂണിഫോം തിക്നെസ്സിൽ നല്ല ഈവൻ ആയിട്ട് വേണം പനീർ പറാട്ട പരത്തിയെടുക്കാൻ. അതുപോലെ ആവശ്യമനുസരിച്ച് ഗോതമ്പ് പൊടി ഡസ്റ്റ് ചെയ്തിട്ട് വേണം പരത്തിയെടുക്കാൻ. അപ്പോൾ ഇതാ ആദ്യത്തെ പനീർ പറാട്ട ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പനീർ പറാട്ടയാണ്. ഈ വലിപ്പത്തിലെ 4 പനീർ പറാട്ടയാണ് ഈ അളവിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത്. ഇനി അടുത്ത രീതിയിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് ഈക്വൽ സൈസുള്ള 2 പീസായിട്ട് മുറിച്ചെടുക്കാം. ഇനി ഈ 2 പീസ് മാവും ചപ്പാത്തിക്കൊക്കെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ പുറമേ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ 2 ഈക്വൽ സൈസുള്ള ഉരുളകളായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. രണ്ട് ചപ്പാത്തിക്കുള്ള മാവും ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഗോതമ്പ് പൊടി ഇട്ട് ഇനി ഇതൊന്ന് മീഡിയം സൈസ് വലുപ്പത്തിൽ പരത്തിയെടുക്കാം. രണ്ടും ഒരേ വലുപ്പത്തിൽ പരത്തിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു വട്ടം മതിയാകും. ഇനി ഇതുപോലെ തന്നെ അടുത്ത പീസും പരത്തിയെടുക്കാം. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇച്ചിരി വലുപ്പത്തിൽ വ്യത്യാസം വന്നാലൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ദാ ഈ ഒരു വലുപ്പം മതി. ഏകദേശം ഒരേ വലുപ്പത്തിൽ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ലെയറിലോട്ട് നമുക്ക് പനീറിന്റെ ഫില്ലിംഗ് സ്റ്റഫ് ചെയ്യാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് ആണ് എടുക്കുന്നത്. എന്നിട്ട് അടുത്ത പീസ് എടുത്ത് ഇതിന്റെ മുകളിൽ ഇതുപോലെ വച്ചിട്ട് ചുറ്റും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ചുട്ടെടുക്കുന്ന സമയത്ത് വിട്ടുപോകും. അപ്പോൾ പരത്തിയെടുക്കുന്ന സമയത്ത് വലുപ്പത്തിൽ വല്ല വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ലൈറ്റ് ആയിട്ടൊരു പ്ലീറ്റ് എടുത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. തിരിച്ചുവിട്ട് ആവശ്യത്തിന് ഗോതമ്പ് പൊടി ഇട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ചുട്ടെടുക്കുന്ന സമയത്ത് വിട്ടുപോകും. ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം നമുക്ക് റോളിംഗ് പിൻ കൊണ്ട് പരത്തിയെടുക്കാൻ. നിങ്ങളുടെ താല്പര്യം പോലെ സ്റ്റഫിങ്ങിന്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതുപോലെ ഒത്തിരി അങ്ങ് ഗോതമ്പ് പൊടി ഇട്ട് നമ്മൾ പരത്തിയെടുക്കാൻ നോക്കുകയാണെങ്കിൽ ചുട്ടെടുക്കുന്ന സമയത്ത് ഒത്തിരി അങ്ങ് കരിഞ്ഞു പോവും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് റോളിംഗ് പിൻ കൊണ്ട് യൂണിഫോം തിക്നെസ്സിൽ ഈവൻ ആയിട്ട് പരത്തിയെടുക്കാം. ഇതുപോലെയുള്ള സ്റ്റഫ് ചെയ്തിട്ടുള്ള പറാട്ട പരത്തിയെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നടുക്ക് അധികം പ്രസ് ചെയ്ത് പരത്തിയെടുക്കാതെ ചുറ്റും നന്നായിട്ട് പ്രസ് ചെയ്ത് ഈവൻ ആയിട്ട് പരത്തിയെടുക്കാൻ ശ്രമിക്കണം. പുറമേ കട്ടി കൂടിയാൽ ചുട്ടെടുക്കുന്ന സമയത്ത് വേവാത്ത പോലെയാവും. അപ്പോൾ അതാ അടുത്ത പനീർ പറാട്ടയും അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്.
ഈ രണ്ട് രീതിയിൽ വെച്ച് ഏത് രീതിയാണ് എളുപ്പം എന്ന് ചോദിച്ചാൽ കുറച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ആദ്യത്തെ രീതിയിൽ തന്നെ നല്ല എളുപ്പത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് പനീർ പൊറോട്ട തയ്യാറാക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ പനീറിന്റെ ഫില്ലിംഗ് സ്റ്റഫ് ചെയ്ത് പരത്തിയെടുക്കാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ രീതിയിലാണെങ്കിൽ ആദ്യമായിട്ട് പൊറോട്ട തയ്യാറാക്കി നോക്കുന്നവർക്ക് പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൊറോട്ടാസ് തയ്യാറാക്കി എടുക്കാം. അതിനി പനീർ പൊറോട്ട തന്നെ വേണമെന്നില്ല. ആലു പൊറോട്ട ആണെങ്കിലും ഓണിയൻ പൊറോട്ട ആണെങ്കിലും ഈ രണ്ടാമത്തെ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റഫ്ഡ് പൊറോട്ട തയ്യാറാക്കി എടുക്കാം. ഇനി ഈ പനീർ പൊറോട്ട ഒന്ന് ചുട്ടെടുക്കാം. അത്യാവശ്യം നല്ല ചൂടുള്ള കല്ലിലിട്ട് വേണം പൊറോട്ട ചുട്ടെടുക്കാൻ. പൊറോട്ട കല്ലിലിട്ട് 1/2 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് മറിച്ചിടാം. ഇനി പൊറോട്ട ചെറുതായിട്ടൊന്ന് പഫ് ചെയ്ത് തുടങ്ങുമ്പോൾ വീണ്ടും ഒന്ന് മറിച്ചിടാം. ഇതുപോലെ പഫ് ചെയ്ത് വരുന്നതനുസരിച്ച് പൊറോട്ട പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതുപോലെ 2-3 പ്രാവശ്യം ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് താല്പര്യം അനുസരിച്ച് ബട്ടറോ നെയ്യോ സ്പ്രെഡ് ചെയ്യാം. ബട്ടറാണ് ഒന്നുകൂടി നല്ലത്. ഇനി ബട്ടർ ഇല്ലെങ്കിൽ മാത്രം നെയ്യ് ചേർത്താൽ മതി. ചുറ്റും നന്നായിട്ട് വെന്ത് ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞു വരണം. അപ്പോൾ ദാ പനീർ പൊറോട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള പൊറോട്ടയും ചുട്ടെടുക്കാം. പനീർ പൊറോട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പനീർ പൊറോട്ട വന്നിട്ടുണ്ട്. ഇതിന്റെ കൂടെ പ്രത്യേകിച്ച് കറികളോ സൈഡോ ഒന്നും ആവശ്യമില്ല. നല്ല കട്ടി തൈരും ഇത്തിരി അച്ചാറും ഉണ്ടെങ്കിൽ ധാരാളം മതി. തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വ്ളോഗിലൂടെ മറ്റൊരു റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് റെസിപ്പീസ് റീകുക്ക്ഡ്.